ക്രിസ്മസിന് വൈൻ ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട. നമുക്ക് ന്യൂ ഇയറിന് വൈൻ ഉണ്ടാക്കാം. ഇപ്പം ഞാനൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പൈനാപ്പിളാണ്. നമുക്കിത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് നമുക്കതിൽ ചെവിടും തലപ്പൊക്കെ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇത് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഇതൊന്ന് കഴുകി എടുത്തിട്ടുള്ളത്. നമ്മളിതിൻ്റെ സ്കിന്നൊന്നും കളയുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ബ്രഷെങ്ങാണ് ഉപയോഗിച്ചൊന്ന് കഴുകി എടുത്തിട്ട് വേണം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ. ചെറിയ പീസുകളാക്കി നമുക്ക് എടുക്കാം. അപ്പോൾ സ്കിന്നൊന്നും കളയാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാനും പറ്റും. ഇത് 1 കിലോ വരെ വെയിറ്റുള്ള ഒരു പൈനാപ്പിളാണ്. അപ്പോൾ നമുക്കിത് കുക്കറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1.5 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് കുക്കറിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന വൈനാണ്. വെറും 3 ദിവസം കൊണ്ട് നമുക്ക് വൈൻ തയ്യാറാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു സോസ് പാൻ സ്റ്റവിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 1/2 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 ടീസ്പൂൺ തേയിലയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് കളറൊക്കെ നന്നായിട്ട് തേയിലയുടെ കളറൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി സ്റ്റൗവിലേക്ക് കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 3 ഗ്രാമ്പു, 3 ഏലയ്ക്ക, ഒരു ചെറിയൊരു കഷ്ണം പട്ട, നമ്മുടെ സിനമൻ സ്റ്റിക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു 3-4 തക്കോലത്തിൻ്റെ ഇതിൽ മാത്രം എടുത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ട്രെയിനറിലേക്ക് ആ തേയില വെള്ളം അരിച്ച് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ നന്നായി അടച്ചിട്ട് നമുക്കൊരു 3 വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം 3ാമത്തെ വിസിൽ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ആ പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാനിപ്പോൾ തുറന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പഞ്ചസാര ഇട്ട് കൊടുത്തിരുന്നില്ല. ഇപ്പം നമുക്ക് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1.5 കപ്പ് പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇനി ഇതൊന്ന് നന്നായിട്ട് തണുത്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിത് രാത്രിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്കിനി രാവിലെ നമുക്കിത് തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇത് നേരം വെളുത്തു. ഞാനിപ്പോൾ ഇത് തുറന്നിട്ടുണ്ട്. നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇവിടെ നല്ല തണുപ്പും കൂടെയാണ്. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്ലാസിൻ്റെ ജാർ ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി ഉണക്കി എടുത്തിട്ടുള്ളതാണ്. നമുക്കതിലേക്ക് ഇതങ്ങ് മാറ്റി കൊടുക്കാം. നമുക്ക് വൈൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ നന്നായിട്ട് കഴുകി ഉണക്കിയിട്ടുള്ള ആയിരിക്കണം. ഒട്ടും നനവുണ്ടാകാൻ പാടില്ല. ഇതിന് ഉപയോഗിക്കുന്ന സ്പൂണൊക്കെ ഒട്ടും നനവില്ലാത്തത് വേണം എടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ ഒന്ന് ആക്ടിവേറ്റ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം. അതിന് അടയ്ക്കുമ്പോൾ ഇത് വലിയ ജാറായതുകൊണ്ട് ടൈറ്റായിട്ട് അടച്ചാലും കുഴപ്പമില്ല. ഇത്രയും വലിപ്പമുള്ളതല്ലെങ്കിൽ ടൈറ്റായിട്ട് അടച്ചു കൊടുക്കണ്ട. പിന്നെ അതിന് മുകളിൽ ഒരു കോട്ടൺ തുണിയെങ്ങാനും ഇട്ടിട്ടൊന്ന് കെട്ടി കൊടുക്കാം. പ്രാണികളും ഉറുമ്പും അങ്ങനെയൊന്നും കയറാതെ നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കണം. മധുരമൊക്കെ ഉള്ളതുകൊണ്ട് ഉറുമ്പോ അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനൊരു കോട്ടൺ തുണിയിട്ട് ഒന്ന് ടൈറ്റായിട്ട് കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് പിറ്റേ ദിവസമാണ് ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത്. നല്ല ഇരുട്ടുള്ള സ്ഥലത്തേക്ക് വയ്ക്കുന്നതാണ് നല്ലത്. കബോർഡിലെങ്ങാനും എടുത്ത് വയ്ക്കണം. അപ്പോൾ നന്നായിട്ട് ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. നമുക്കത് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ബബിൾസൊക്കെ ഇങ്ങനെ വന്ന് ഇരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് നമ്മൾ ഇന്നലെ എടുത്ത ആ തവി തന്നെയാണ്. അത് നന്നായിട്ട് കഴുകി ഉണക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. നമ്മളല്ല നനവൊക്കെ ഉണ്ടെങ്കിൽ ഇതിരുന്ന് കേടായി പോവും, പിന്നെ പുളിച്ചു പോവും, അതിൻ്റെ ഫംഗസ് വരും, അങ്ങനെ ഇരിക്കും തോറും. അതുകൊണ്ട് ഒട്ടും നനവില്ലാത്ത സ്പൂണൊക്കെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതുപോലെ അലൂമിനിയവും പ്ലാസ്റ്റിക്കൊന്നും ഉപയോഗിക്കരുത്. എന്നിട്ട് അതൊന്ന് അടച്ചിട്ട് നമുക്ക് ഇനി ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എടുക്കാം. അത് അടച്ച് നമുക്ക് ആ ഇരുണ്ട സ്ഥലത്തേക്ക് അല്ലെങ്കിൽ കബോർഡിലേക്ക് അങ്ങോട്ട് മാറ്റി കൊടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. ഇത് സെക്കൻഡ് ഡേ ആണ്. വെറുതെ നമ്മളിത് ഇളക്കി കൊടുത്തിട്ട് അങ്ങ് കെട്ടി വെച്ചാൽ മതി. വൈൻ റെഡിയാവും ഒരു 3 ദിവസം കൊണ്ടൊക്കെ തന്നെ. ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് ഇത് ഒന്ന് ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പൈനാപ്പിളിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. നമുക്കൊന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്കിനി ഇത് അടച്ചു വെച്ചിട്ട് നാളെ ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ നമുക്ക് നാളെ തൊട്ട് ഇത് ഉപയോഗിച്ച് തുടങ്ങാം. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇത് വൈൻ തയ്യാറാക്കുന്നത്. അത് എല്ലാവർക്കും ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലാത്തവരൊക്കെ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ മതി. കഴിഞ്ഞ വർഷം ഞാനൊരു വൈൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അതും 3 ദിവസം കൊണ്ട് നമ്മൾ തയ്യാറാക്കിയൊരു വീഡിയോ ആയിരുന്നു. നമ്മൾ ഗ്രേപ്പ് വൈനാണ് തയ്യാറാക്കിയത്.
ഞാനിത് ഇനിയും അതുപോലെ കെട്ടി വയ്ക്കുകയാണ്. ഞാൻ റബ്ബർ ബാൻഡാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് നന്നായിട്ട് ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇതിപ്പം 3-ാമത്തെ ദിവസമാണ്. ഇനി നമുക്കത് അരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. പൈനാപ്പിളിൻ്റെ കളറൊക്കെ കുറച്ചുകൂടെ മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. നല്ല മണമാണ്, അടിപൊളി മണം വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കൊരു സ്ട്രെയിനറിലൂടെ അരിച്ച് നമുക്കിത് മാറ്റിയെടുക്കാം. ഈ പൈനാപ്പിളൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് ഒരു കോട്ടൺ തുണിയിലൂടെ അരിച്ചും എടുക്കാം. അപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഈ അരിപ്പയിൽ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് അങ്ങനെയും അരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതല്ലാതെ ഇതിങ്ങനെ ഇതിൽ ഒഴിച്ചെടുത്തിട്ട് ബാക്കി പൈനാപ്പിൾ മാത്രം നമ്മൾ സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം അതിലേക്ക് ഇങ്ങനെ വീഴുന്നത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഞാനൊരു ഭരണിയിലേക്ക് ഞാനിതെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് പൈനാപ്പിളെല്ലാം ഞാനൊരു ബൗളിലേക്ക് മാറ്റി സ്ട്രെയിനറിലിട്ടിട്ട് ബൗളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇത്രയും വൈൻ കിട്ടിയിട്ടുണ്ട്. ഇനി ആ ബൗളിൽ വീഴുന്നതും കൂടി നമുക്കിതിലേക്ക് പിന്നീട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ആ വൈൻ തിരിച്ച് ഇതിലേക്ക് ജാറിലേക്ക് തന്നെ ഒഴിക്കുകയാണ്. നമുക്ക് ഇന്ന് തൊട്ട് ഇത് ഉപയോഗിച്ച് തുടങ്ങാം. ഇപ്പം ഞാൻ എപ്പോഴും എല്ലാ ദിവസവും നമ്മൾ ഒരേ സമയത്താണ് ഇത് ഇളക്കി ഇരിക്കേണ്ടത്. അപ്പോൾ ഞാനിത് രാവിലെയാണ് നമ്മളിപ്പോൾ ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിനി വൈകുന്നേരം ഇത് തുറന്ന് നോക്കാം. വൈകിട്ട് എടുക്കുമ്പോൾ കുറച്ച് അടിഞ്ഞ് ഇരിക്കും, കുറച്ച് അടിഞ്ഞ് വരാനുണ്ട്. ഒരു ക്ലിയറായി ഓരോ ദിവസം ഇങ്ങനെ ഇരിക്കുന്ന ഓരോ നന്നായിട്ട് ഇങ്ങനെ ക്ലിയറായി വന്നുകൊണ്ടിരിക്കും, തെളിഞ്ഞ് വരും. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് വൈകുന്നേരം നമുക്കത് തുറന്ന് നോക്കാം. ഇപ്പോൾ നന്നായിട്ടിത് കുറച്ച് അടിഞ്ഞ് വന്നിട്ടുണ്ട്. ആ ബോട്ടിലിൻ്റെ അടിഭാഗത്ത് ആ വരയ്ക്ക് താഴോട്ട് ഇങ്ങനെ ഇതിൻ്റെ അടിഞ്ഞിങ്ങനെ ഇരിക്കുന്നതാണ് കാണുന്നത്. ഇനി നമുക്കിത് അനക്കാതെ ഞാനിത് കൂടുതലിങ്ങനെ അനക്കാതെ നമുക്കിത് ഈ ഭരണിയിലേക്ക് തന്നെ തിരിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇനി ഇത് ഇങ്ങനൊരു സ്ട്രെയിനറിലൂടെ ഒരു കോട്ടൺ തുണിയൊക്കെ വെച്ചിട്ട് അരിച്ചിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ ഉപയോഗിക്കാം. അല്ലാതെ തന്നെ ഉപയോഗിക്കാൻ നല്ലത് തന്നെയാണ്. ഇത് തെളിഞ്ഞാണ് ഇരിക്കുന്നത്. ഇനി ഓരോ ദിവസം കഴിയും തോറും ഇത് കുറച്ചും കൂടി ഇങ്ങനെ ക്ലിയറായി വന്നുകൊണ്ടിരിക്കും, കുറച്ച് സ്ട്രോങ്ങും ആവും. ഞാനിത് ആദ്യം 2-ാമത്തെ ദിവസം ഞാനിതിൻ്റെ മധുരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോഴെനിക്ക് മധുരം കൂടിപ്പോയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കറക്റ്റായി വന്നിട്ടുണ്ട്. മധുരം കുറഞ്ഞാണ് വരുന്നത് ഓരോ ദിവസം കഴിയുമ്പോഴും. നമ്മൾ വൈൻ കുടിക്കുമ്പോൾ അതിന് മധുരമല്ലല്ലോ, ഒരു ചെറിയൊരു കയർപ്പല്ലേ ഉള്ളത്. അപ്പോൾ അങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ചും കൂടെ നമ്മൾ ഓരോ ദിവസം കഴിയുന്ന ഒരു സ്ട്രോങ്ങായി വന്നുകൊണ്ടിരിക്കും. കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് വേണ്ടുന്നവർക്ക് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് ഇട്ട് കൊടുത്തിരുന്നാൽ മതി. നമ്മൾ പൈനാപ്പിളൊക്കെ ഇട്ട് വെക്കുന്ന ഇൻസ്റ്റൻറ്റ് ഈസ്റ്റൊക്കെ ഇടുന്ന സമയത്ത് ഗോതമ്പ് ഇട്ട് വെച്ചിരുന്നാൽ മതി. ഇപ്പോൾ ഇത് നമുക്കത് കുടിക്കാൻ നല്ല പരുവത്തിനാണുള്ളത്. ഇപ്പോൾ എനിക്ക് ഇത്രയും മതി. അങ്ങനെ സ്ട്രോങ് ആയിട്ട് വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്താൽ മതി. ഞാൻ ഈ വൈൻ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ വൈനാണ്, ഗ്രേപ്പ് വൈൻ, റെഡ് വൈൻ ഉണ്ടാക്കിയിരുന്നു. അതാണ് 1 വർഷമായതാണ്. ഇത് ഒട്ടും കേടായിട്ടേ ഇല്ല. ഇപ്പോൾ നല്ല ക്ലിയറായും വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം. അപ്പോൾ ഇതേ മെത്തേഡിലാണ് നമ്മൾ മറ്റേതും തയ്യാറാക്കിയത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയാൽ കേടാകുകയില്ല. അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് ഒഴിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമാവുമല്ലോ. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലാത്തവരെല്ലാം ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു രക്ഷയില്ല, അടിപൊളി വൈനാണ്. നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്, വരുന്നുണ്ട്. തന്നെ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് കറക്റ്റായിട്ട് നമുക്കറിയാം. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കോ, ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലാത്തവരൊക്കെ. പൈനാപ്പിളിൻ്റെ നല്ലൊരു ടേസ്റ്റും ഉണ്ട്. നമ്മൾ ഗ്രേപ്പ് വൈൻ കുടിക്കുന്ന പോലൊന്നും അല്ല ഇത്. നല്ല ടേസ്റ്റുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല മണമാണ് ആ പൈനാപ്പിളിൻ്റെ. ഇപ്പോൾ നമ്മൾ കെമിക്കലും ആൽക്കഹോളും ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കുടിക്കാനും നല്ലതാണ്. ന്യൂ ഇയറിന് നമുക്ക് വൈൻ വേണമെന്നുള്ളവർക്കൊക്കെ ഇപ്പോൾ തന്നെ തയ്യാറാക്കാം. ഇനി ന്യൂ ഇയറിന് വൈൻ കമ്പൽസറി ഒന്നുമല്ല. അങ്ങനെ ന്യൂ ഇയർ ആഘോഷിക്കുന്നതിന് വൈനും ആൽക്കഹോളിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഇത് ഇങ്ങനെ വീഡിയോ കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും
ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.